ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ മാനമൊക്കെ ഒന്ന് തെളിഞ്ഞു കണ്ടത്. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ദോശയായിരുന്നു കേട്ടോ. ദോശയുടെ കൂടെ നല്ല പുതിനയുടെ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ സ്കൂളിലും പോയി കുഞ്ഞിനെയും കൊണ്ട് നഴ്സറിയിലോട്ടും വന്നു കേട്ടോ. ഇന്ന് കുറച്ച് വേഗമാണ് കേട്ടോ വന്നത്. അങ്ങനെ അവൾക്ക് നട്ട ചെടികളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ വീട്ടിലെത്തി തുണികളൊക്കെ ഒന്ന് ഉണങ്ങാൻ ഇട്ടു കേട്ടോ. നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് കുറച്ച് അത്യാവശ്യ പണിയുള്ളത് കൊണ്ട് ഇറങ്ങുവാണ് കേട്ടോ. സിറ്റിയിലെ ട്രാഫിക്കിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ തലച്ചൂടാ. പിന്നെ ഇറച്ചിയൊക്കെ മേടിച്ചു, ഫ്രൂട്ട്സും വെജിറ്റബിളും മേടിച്ചു. ഹായ് ചെറിയുള്ളി, ചെറിയുള്ളി കണ്ടാൽ പിന്നെ വിടാൻ പറ്റുമോ? അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് സ്കൂളിൽ എത്തിയപ്പോഴത്തേനും കുറച്ച് വൈകിപ്പോയി കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിൻ്റെ അപ്പം വന്നിട്ട് കൊച്ചിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഈ പരാതി പറയുന്നത് കേട്ടോ. എന്തുകൊണ്ട് ലേറ്റ് ആയിട്ട് വന്നു അതാണ് അവൾക്ക് അറിയേണ്ടത്. എവിടെയൊക്കെ പോയി എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്കൊരു സമാധാനമായി. വീട്ടിൽ കയറിയ കൊച്ച് ആദ്യം തപ്പി നോക്കിയത് എന്താ കൊണ്ടുവന്നതെന്നാണ്. പപ്പായം കണ്ടപ്പോൾ പിന്നെ അത് മുറിച്ച് കൊടുക്കണം എന്നായി. പപ്പായം മുറിച്ച് കൊച്ചിനും കൊടുത്തു. ബാക്കിയുള്ള കുരുക്കളൊക്കെ കൊണ്ടുപോയിട്ട് പറമ്പിലും വിതറിയിട്ടോ. ഇനിയിപ്പോൾ പപ്പായ മേടിക്കണ്ടല്ലോ, ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത് തിന്നാം. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പപ്പായ. അത് കഴിഞ്ഞിട്ട് കറിക്ക് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് കറികളൊക്കെ വന്നത്. പിന്നെ അതും കൂട്ടി ചോറുണ്ടു. എൻ്റെ മൂത്ത മോൾക്ക് ബ്രെഡ് കണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇന്ന് ഉണ്ടാക്കിയതാണ് ഇത് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.